Good morning, all. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Exam of കഴിഞ്ഞോ എല്ലാവരെയും? എക്സാം ഒക്കെ കഴിഞ്ഞോ? ഓക്കെ, അത് നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ കാണാനുണ്ട്. എക്സാം കഴിഞ്ഞില്ല. ഇപ്പൊ 41 ഉണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ മിസ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കാരുണ്യ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല മാം, അറിയാതെ ആയതാ. ഓക്കെ. എടുക്കാലോ, നമുക്ക് ക്ലാസ് തുടങ്ങാലോ. യെസ് മാം. ഓക്കെ, എങ്ങനെയുണ്ട് ഡിപ്ലോമയുടെ PGയുടെ ക്ലാസ്സുകൾ? എങ്ങനെയുണ്ട് ചാപ്റ്റേഴ്സ്? എങ്ങനെയുണ്ട് നോക്കിയിട്ട്? നല്ലതാ? യെസ് മാം, ഡിപ്ലോമയുടെ ബേസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല. കുറെയൊക്കെ നമ്മൾ സെയിം റിപ്പീറ്റഡ് ആയിട്ട് ഡിപ്ലോമയുടെ ക്ലാസ്. അതെ അതെ. പിന്നെ തിയറി മോഡൽ പോലെയാണല്ലേ പറയുന്നത്? കുറച്ചും കൂടെ ഇൻഫോർമേഷൻസ് ആണല്ലേ? അതെ. മറ്റോടെ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടായിരുന്നു ഡിപ്ലോമയിൽ അല്ലേ? അതെ, ഇത് കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് അറിയുന്നോണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണോ? അതെ മാം. കുഴപ്പമില്ല. മിസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഓർ പ്രോസസ്. ഇന്റേണൽ ഓഡിറ്റിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു കാര്യം, ഏതൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ പ്ലാൻ ചെയ്യില്ലേ? അത് നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം അല്ലെ? നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ അതിനെ കുറിച്ച് ഒരു ആസൂത്രണം ചെയ്യും, പ്ലാൻ ചെയ്യും. എന്നിട്ട് രണ്ടാമത് ചെയ്യുന്നത് എന്താ? ആക്ട് ചെയ്യും അല്ലെ? ആ ഒരു പ്രവർത്തനം ആക്ട് ചെയ്യും. മൂന്നാമത് എന്താ ചെയ്യുന്നത്? നമ്മ അതൊന്ന് വെരിഫൈ ചെയ്യും അല്ലെ? നമ്മൾ ചെയ്ത കാര്യങ്ങള് അല്ലെ എത്രത്തോളം ഓക്കെയാണ് അല്ലെ? വെരിഫൈ ചെയ്യല്ലേ ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യും അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും അല്ലെ? നെക്സ്റ്റ് ഫോളോ അപ്പ് അല്ലെ? ഫോളോ അപ്പ് അല്ലെ? ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ആക്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ അല്ലെ? എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യില്ലേ? അതല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ ഇന്റേണൽ ഓഡിറ്റിന്റെ ഫേസസ് നോക്കിയേ. An internal audit should have 4 general phases of activities. Internal auditന് എന്താണ്? പൊതുവായിട്ട് 4 ഘട്ടങ്ങളാണ്. ഇതിന്റെ ആക്ടിവിറ്റീസിന്, പ്രവർത്തനങ്ങൾക്ക് 4 ഫേസസ്, ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് ഏതാണ്? പ്ലാനിങ്, ഫീൽഡ് വർക്ക് അല്ലെ? നമ്മൾ പറഞ്ഞു, മിസ് പറഞ്ഞു ആക്ട് എന്ന് പറഞ്ഞു. അതിന് പകരം ഇവിടെ എന്താണ്? ഫീൽഡ് വർക്ക്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റിപ്പോർട്ടിംഗ്. മിസ് എന്താ പറഞ്ഞ? വെരിഫൈ എന്ന് പറഞ്ഞു അല്ലെ? ചെക്കിങ് പറഞ്ഞു അല്ലെ? അപ്പൊ അതെന്താണ്? റിപ്പോർട്ടിംഗ് ചെയ്യണം അല്ലെ? ഒരു ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണ്ടേ? അവരെന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? എന്തൊക്കെ പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? എന്തൊക്കെ സജഷൻസ് ഉണ്ട് അവർക്ക് അല്ലെ? റെക്കമെൻഡേഷൻസ് എന്തൊക്കെയുണ്ട്? അതൊക്കെ കുറിച്ച് അവര് റിപ്പോർട്ടിംഗ് തയ്യാറാക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ആൻഡ് ഫോളോ അപ്പ്. ഇവര് പറഞ്ഞ സജഷൻസ്, ഇവര് പറഞ്ഞ കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കണ്ടേ? ഫോളോ അപ്പ് ചെയ്യണ്ടേ? ആ ഒരു ഓർഗനൈസേഷൻ, അതാണ് ഫോളോ അപ്പ്. നെക്സ്റ്റ് നോക്കിയേ. The following provides a brief synopsis
ഓഫ് ഈച്ച് ഫേസ്. ഓരോ ഘട്ടങ്ങളെ കുറിച്ചും ഓരോ ഫേസുകളെ കുറിച്ചും താഴെ എന്താണ് ചെറിയ രീതിയിൽ ഒരു സത്രം അല്ലെ സിനോപ്സിസ് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് പ്ലാനിങ്, ഫീൽഡ് വർക്ക്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, സോറി കേട്ടോ മക്കളെ, ഒരു കാര്യം ഉണ്ടായിരുന്നു. സോറി കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് എന്താണ് 4 ഫേസസ് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താണ് പ്ലാനിങ്, രണ്ടാമത് ഫീൽഡ് വർക്ക്, മൂന്നാമത്തത് റിപ്പോർട്ടിംഗ്, നാലാമത്തത് ഫോളോ അപ്പ് അല്ലെ. നിങ്ങൾക്ക് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റത്തെ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. During the planning process, the internal audit team will define the scope and objectives. എന്താണ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂറിംഗ് ദ പ്ലാനിങ് പ്രോസസ്, ഒരു പ്ലാനിങ് പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? നമുക്കത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാം അല്ലേ? ആണോ? പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും? എന്തൊക്കെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യും? ഇന്റേണൽ ഓഡിറ്റിലാവുമ്പോ എന്തായിരിക്കും? എന്തൊക്കെ കാര്യങ്ങൾ അവർ ഓഡിറ്റ് ചെയ്യണം അല്ലെ? ഇൻസ്പെക്ഷൻ നടത്തണം, വെരിഫൈ ചെയ്യണം അല്ലെ? പിന്നെ എന്താണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബഡ്ജറ്റ് നോക്കാറുണ്ടോ? എത്ര ബഡ്ജറ്റ് ആവും അല്ലെ? എത്ര കോസ്റ്റ് വരും അല്ലെ? പിന്നെ എത്ര നാള് നീണ്ടു നിൽക്കുന്നു നോക്കാറുണ്ടോ? ടൈം പീരീഡ് നോക്കാറുണ്ട് അല്ലെ? പിന്നെ എന്തൊക്കെയുണ്ട്? ഇന്റേണൽ ഓഡിറ്റ് ആവുമ്പോ എന്താണ്?
പ്രീവിയസ് ഓഡിറ്റ്സ് റിപ്പോർട്ടുകൾ, ഏതൊക്കെ പ്രീവിയസ് ഓഡിറ്റ്സ് റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യണം നോക്കാറുണ്ടോ? അത് പ്ലാൻ ചെയ്യില്ലേ? ആദ്യം തന്നെ എന്താണ് അതിനെ കുറിച്ച് ഒരു പ്ലാനിങ് നടത്തിയാലല്ലേ ഇവർക്ക് ആ ഒരു പ്രവർത്തനം പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് വരും? ഒരു ടൈം ലാഗ് വരും അല്ലേ? എല്ലാം കഴിയുമ്പോൾ എന്ത് വരും? ഒരു ടൈം ലാഗ് വരും. ഓരോന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കുറച്ചു നേരം അവർ സ്റ്റെക്ക് ആവും അല്ലേ? ആണോ? ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ എന്താണ്? അവർക്ക് സമയമൊന്നും വെറുതെ പാഴാക്കി കളയാതെ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം അല്ലെ? ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അല്ലെ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ് ടീം വിൽ ഡിഫൈൻ ദ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്കോപ്പ് അല്ലെ, ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ വ്യാപ്തി എന്താണ് അല്ലെ, അതിന്റെ സാധ്യത എന്താണ് എന്നുള്ള കാര്യങ്ങൾ അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താ? റിവ്യൂ ഗൈഡൻസ് റിലവന്റ് ടു ഓഡിറ്റ് അല്ലെ, എന്താണ് നമ്മുടെ ഓഡിറ്റിന് പ്രസക്തമായിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവുമല്ലോ. ലോസ്, റെഗുലേഷൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, കമ്പനി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഇതൊക്കെ അനുസരിച്ചല്ലേ നമുക്കൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്താൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ? അവര് പറയുന്ന ആ ഒരു ഗൈഡൻസ് അനുസരിച്ചാണ് അല്ലെ, മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അവർ എന്ത് ചെയ്യും? അതൊന്ന് റിവ്യൂ ചെയ്യും, അവലോകനം ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷന്റെ പോളിസീസ് എന്താണ്, ലോസ് എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണ് അല്ലെ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സുകളൊക്കെ എന്താണെന്ന് റിവ്യൂ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് റിവ്യൂ ദ റിസൾട്ട് ഫ്രം പ്രീവിയസ് ഓഡിറ്റ്സ് അല്ലെ, എന്താണ് പ്രീവിയസ് ആയിട്ട് ഈ ഇത്തവണത്തെ ഓഡിറ്റിന് മുമ്പ് നടന്ന ഓഡിറ്റില്ലേ അതിന്റെ റിപ്പോർട്ട്സുകൾ റിവ്യൂസ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സെറ്റ് എ ടൈം ലൈൻ. മിസ് പറഞ്ഞ പോലെ എന്താണ് ടൈം ലൈൻ അല്ലെ, ഒരു ഇന്റേണൽ ഓഡിറ്റ് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം അല്ലെ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സെറ്റ് എ ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ്? ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്, ആ ഒരു ഓഡിറ്റിന് അവർക്ക് എത്ര ബഡ്ജറ്റ് വരും അല്ലെ, എത്ര ചിലവാകും എന്നുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് എന്താണ്? ക്രിയേറ്റ് ആൻ ഓഡിറ്റ് പ്ലാൻ ടു ബി എക്സിക്യൂട്ടഡ് അല്ലെ, അവര് ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അവർ എക്സിക്യൂട്ട് ചെയ്യണ്ടേ, നടപ്പിലാക്കണം അല്ലെ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സജ്ജമാക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫൈ ദ പ്രോസസ് ഓണേഴ്സ് ടു ഇൻവോൾവ്. എന്താണ് പ്രോസസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റലില് പ്രോസസ് ഓണേഴ്സ്, പ്രക്രിയയുടെ ഓണേഴ്സ് ആരായിരിക്കും? ഇപ്പൊ നമ്മ ഹോസ്പിറ്റലില് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ചു അല്ലെ, ഡിപ്ലോമ, അഡ്മിനിസ്ട്രേറ്റർ അല്ലാണ്ട് നമ്മ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വരാം, മാനേജ്മെന്റ് വരാം, അഡ്മിനിസ്ട്രേറ്റർ വരാം. കൂടാതെ എന്താണ് നമ്മ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ ആ ഓരോ പ്രവർത്തനങ്ങളും കൂടുതൽ എഫക്റ്റീവായി അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയി നടത്തണമെങ്കിൽ അതിന് വേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ പഠിച്ചു അല്ലെ, ഹെഡ് പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള പ്രോസസ് ഓണേഴ്സിനെ ഇൻവോൾവ് ചെയ്യണം. അപ്പൊ അത് ആരൊക്കെയാണെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് വെക്കണ്ടേ? ആരൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓണർ അല്ലെ, മോണിറ്റർ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് അല്ലെ, അപ്പൊ അവരെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആൻഡ് ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ദ ഓഡിറ്റ്. എന്താണ്? ആ ഓഡിറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ് അവർ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത്? ഒരു ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ് എന്തിനാ അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്? ആ ഒരു ഓഡിറ്റ് നല്ല രീതിയിൽ അവർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്താണ് തീരുമാനിക്കണം അല്ലെ. എന്താണ്? മറ്റു സ്റ്റാഫുകളുടെ ഹെൽപ്പ് കൂടി വേണ്ടേ? ഇപ്പൊ പറഞ്ഞ പോലെ പ്രോസസ് ഓണേഴ്സിന്റെ, മാനേജ്മെന്റിന്റെ വേണം, ഡയറക്ടറുടെ വേണം അല്ലെ. പിന്നെ അവർക്ക് എന്താണ്? സ്റ്റാഫുകൾ ഇന്റർവ്യൂ ചെയ്യണ്ടേ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോട് ചോദിച്ച് മനസ്സിലാക്കണ്ടേ അല്ലെ. അവർക്ക് പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്ത ആവശ്യമുണ്ടാവും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് അവർക്കൊരു ക്ലാസ് കൊടുക്കണ്ടേ, അവയർനെസ് പോലെ കൊടുക്കണം അല്ലെ. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെ, അവർക്ക് എന്തൊക്കെ ഹെൽപ്പുകൾ വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൻഡ് ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ദ ഓഡിറ്റ്. ഓഡിറ്റിന് മുമ്പ് അവരെന്താണ്? ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു. ക്ലിയർ ആയോ? പ്ലാനിങ് ഓക്കെ ആയോ?
നെക്സ്റ്റ് പറയുന്നത് ഫീൽഡ് വർക്ക് അല്ലെ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. ഒരു ഓഡിറ്റിലെ പ്രധാന ആക്ച്വൽ ആക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫീൽഡ് വർക്ക് അല്ലേ? പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഫീൽഡ് വർക്ക് ആണ് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ആക്ച്വൽ ആക്ട്, ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ത്രൂ ഔട്ട് ദിസ് ഫേസ്. ഈ ഫേസിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഫീൽഡ് വർക്കിലാണ്? ആക്ട് ചെയ്യും. എന്തൊക്കെയാണ്? എക്സിക്യൂട്ട് ചെയ്യും. എന്തൊക്കെ? പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. അതിന് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഓക്കെ. Throughout this phase, the audit team will execute the audit plan. എന്താണ്? ഇന്റർവ്യൂ നടക്കും അല്ലെ. ഈ ഫേസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓഡിറ്റ് പ്ലാൻ അവര് എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെ, നടപ്പിലാക്കുന്നു. This usually includes interviewing key personnel to confirm and understanding the process and controls അല്ലെ. എന്താണ്? അവിടുത്തെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രക്രിയകൾ അല്ലെങ്കിൽ അവിടുത്തെ നിയന്ത്രണങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രധാന വ്യക്തികളെ ഇന്റർവ്യൂ നടത്തുമല്ലോ പിന്നെ അവർക്ക് അതറിയണ്ടേ. അപ്പൊ അവിടുത്തെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൺട്രോളുമായി ബന്ധപ്പെട്ട് അല്ലെ. കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല കൺട്രോളുകളുണ്ട് അല്ലെ. നിയന്ത്രണങ്ങളിലെ ഹോസ്പിറ്റൽ പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ, വർക്കുകളുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ, ലോസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ കൺട്രോൾസുകള്. അപ്പൊ ഈ കൺട്രോൾസുമായി ബന്ധപ്പെട്ടും പ്രോസസ്സുമായി ബന്ധപ്പെട്ടും എന്താണ്? പ്രധാന വ്യക്തികൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിവ്യൂസ് റെലവന്റ് ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ് ഫോർ ആൻ എക്സാമ്പിൾ എക്സിക്യൂഷൻ ഓഫ് ദി കൺട്രോൾസ്. എന്താണ്? റെലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ അവര് റിവ്യൂ നടത്തും അല്ലെ, പരിശോധിക്കാമല്ലോ. പ്രസക്തമായിട്ടുള്ള അല്ലെ, അവർ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു വെരിഫിക്കേഷൻ, ഡോക്യുമെന്റ്സുകൾ രേഖകൾ പരിശോധിക്കാമല്ലോ. ഓഡിറ്റില് ഫിനാൻഷ്യൽ രേഖകൾ പരിശോധിക്കാം അല്ലെ, കംപ്ലൈൻസ് രേഖകൾ പരിശോധിക്കാം അല്ലെ. പിന്നെ എന്താണ് നമ്മ പറഞ്ഞത്? എന്താണ്? ഓപ്പറേഷൻ ഓഡിറ്റ്സുകൾ അല്ലെ, ഓപ്പറേഷൻ ഡീറ്റെയിൽസുകൾ പരിശോധിക്കാം അല്ലെ. അപ്പൊ റെലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് റിവ്യൂ നടത്തുന്നു. കൂടാതെ എന്താണ്? അവിടുത്തെ കൺട്രോൾസുകൾ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുരാവസ്തു എന്നൊക്കെയാ പറയുന്നത്. ഇവിടെ ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ റെക്കോർഡുകൾ അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇവര് ഡോക്യുമെന്റ്സിലെ പുരാവസ്തു എന്ന് പറഞ്ഞാൽ എന്താ? പഴയ റെക്കോർഡുകൾ അല്ലേ ആണോ? നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് അങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞത്. അപ്പൊ എന്താണ്? മുൻകാല റെക്കോർഡുകൾ അല്ലെ. അപ്പൊ എന്താണ്? ഇവര് കൺട്രോൾ എക്സിക്യൂഷൻ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഴയകാല റെക്കോർഡുകൾ, മുൻകാല റെക്കോർഡുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിവ്യൂ നടത്തുന്നുണ്ട്. പിന്നെ എന്താണ്? ടെസ്റ്റിംഗ് ദ കൺട്രോൾസ് ഫോർ എ സാമ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ. ഒരു നിശ്ചിത കാലയളവില് അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എന്താണ്? സാമ്പിൾ എടുത്ത് കണ്ട് അവർ പരിശോധിക്കുന്നുണ്ട് അല്ലെ, ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യാലോ. ഒരു നിശ്ചിത കാലയളവില് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ രേഖകൾ എടുത്ത് കണ്ട് അവർ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഡോക്യുമെന്റ് ദ വർക്ക് പെർഫോമൻസ് അല്ലെ, അവര് നിർവഹിച്ച ജോലികളുടെ വർക്ക് പെർഫോമഡ് ഡോക്യുമെന്റ്സ് അല്ലെ, നിർവഹിച്ച ജോലികളുടെ രേഖകൾ ഡോക്യുമെന്റ്സുകൾ പരിശോധിക്കുന്നുണ്ട്. ആൻഡ് ഐഡന്റിഫൈങ് എക്സെപ്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ അല്ലെ. പിന്നെ എന്താണ്? അവിടെ ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലില്. അവര് നമ്മുടെ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോ അവർ ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങൾ അവര് ശ്രദ്ധയിൽ പെടില്ലേ, എക്സെപ്ഷൻ ചെയ്യേണ്ടതായിട്ട്. അപ്പൊ ഒഴിവാക്കേണ്ടതും പിന്നെ റെക്കമെൻഡേഷൻ അല്ലെ, ഹോസ്പിറ്റലുകാർ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും, ശുപാർശകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അവര് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ ആയോ? ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ആക്ട്, ആക്ച്വൽ ആക്ട്.
അവര് പരിശോധനകൾ അല്ലെ, ഇൻസ്പെക്ഷൻ നടത്തുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, മുൻകാല റെക്കോർഡുകൾ പരിശോധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ റെക്കമെൻഡേഷൻസ് കൊണ്ടുവരണം അല്ലെ. പിന്നെ എന്താണ് അവര് ഒരു പീരീഡ്, ഒരു ടൈം പീരീഡിൽ അവിടെ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫീൽഡ് വർക്കിൽ വരുന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ്. ഫീൽഡ് വർക്ക് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും? റിപ്പോർട്ട് സബ്മിറ്റ് കൊടുക്കും അല്ലെ. അവര് കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നോക്കിയേ, as you might guess, നിങ്ങൾ ഗസ് ചെയ്ത പോലെ തന്നെ, as you might guess, internal audit will draft the audit report during the report phase. എന്നാണ് റിപ്പോർട്ട് ഘട്ടത്തില് നമ്മ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. The report should be written clearly and succinctly to avoid misinterpretation and to encourage the intended audience to actually read and understand the report. അവർ തയ്യാറാക്കിയ റിപ്പോർട്ടുകള് എങ്ങനെയുള്ളതായിരിക്കണം? ക്ലിയർ ആയിരിക്കണം അല്ലെ, വ്യക്തമായിരിക്കണം വേണ്ടേ. പിന്നെ യാതൊരു തരത്തിലുള്ള മിസ്ഇന്റർപ്രിട്ടേഷൻസും വരാൻ പാടില്ല അല്ലെ. തെറ്റായ വ്യാഖ്യാനങ്ങൾ വരാൻ പാടുണ്ടോ? മിസ്ഇന്റർപ്രിട്ടേഷൻസ്. കൂടാതെ നമ്മ ഇന്റന്റ് ചെയ്യുന്ന ഓഡിയൻസിന് അല്ലെ, അത് നമ്മ കൊടുക്കുന്ന അതല്ലെങ്കിൽ നമ്മ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആക്ച്വൽ ആയിട്ട് അല്ലെ, കറക്റ്റ് കൃത്യമായിട്ട് വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന റിപ്പോർട്ടുകളായിരിക്കണം അല്ലെ. അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത്? ദ റിപ്പോർട്ട് ഷുഡ് ബി റിപ്പോർട്ട് ക്ലിയർ ആയിരിക്കണം. കൂടാതെ സസിക്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമായി എന്നൊക്കെ പറയും. നമ്മ പറയാറില്ലേ, ചെറിയ രീതിയിലാണ്, ഒരുപാട് വലിച്ചു വാരി എഴുതാതെ ഷോർട്ടായിട്ട് എഴുതാൻ പറയില്ലേ നമ്മ. പക്ഷെ അതിൽ എന്ത് കാര്യമായിരിക്കണം? എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഒന്നും ഇടാൻ പാടില്ല, പക്ഷെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെ. അപ്പൊ സസിക്റ്റന്റ്ലി. കൂടാതെ മിസ്ഇന്റർപ്രിട്ടേഷൻ അല്ലെ, തെറ്റായ വ്യാഖ്യാനങ്ങൾ പാടില്ല. കൂടാതെ അത് കറക്റ്റ് രീതിയിൽ, ശരിയായ രീതിയിൽ വ്യക്തമായി വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന റിപ്പോർട്ടുകളായിരിക്കണം. Findings should be accompanied by recommendations that are actionable and lead directly to process improvements. എന്ത് ചെയ്യുന്നുണ്ട്? Findings should be accompanied by recommendation that നമ്മ ചെയ്യുമ്പോൾ, ആക്ട് ചെയ്യുമ്പോൾ അല്ലെ, നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ടെത്താലോ. ഫൈൻഡിങ്സ് അപ്പൊ അങ്ങനെ നമ്മ കണ്ടെത്തിയ അല്ലെ, ആ ഓഡിറ്റേഴ്സ് കണ്ടെത്തിയ കാര്യങ്ങൾ അതില് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും അല്ലെ. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് അവർ സജസ്റ്റ് ചെയ്യാലോ, ശുപാർശ ചെയ്യാലോ. അപ്പൊ അവർക്ക് ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന് അവർ ചെയ്യാൻ സാധിക്കുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ ആ കണ്ടെത്തിയ കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ലീഡ് ഡയറക്ട്ലി ടു പ്രോസസ് ഇംപ്രൂവ്മെന്റ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കണം അല്ലെ അവർ കണ്ടെത്തിയ റെക്കമെൻഡേഷൻസ് അല്ലെ. അപ്പൊ നമ്മുടെ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഒരു ഓർഗനൈസേഷനിലെ പ്രോസസ് ഇംപ്രൂവ്മെന്റുകൾ വരുത്തുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ, അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് അല്ലെ, ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഈ റിപ്പോർട്ടില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ്, the process of issuing an audit report should include drafting the report, reviewing the draft with the management to ensure the accuracy of findings, and issuance and distribution of the final report. നമ്മ
ഇന്റേണൽ ഓഡിറ്റില് അത് ചെയ്ത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഷുഡ് ഇൻക്ലൂഡ് ദ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് അല്ലെ? നമ്മൾ തയ്യാറാക്കണ്ടേ? റിപ്പോർട്ടായിട്ട് തയ്യാറാക്കണം അല്ലെ? ഡ്രാഫ്റ്റ് ആക്കി തയ്യാറാക്കണം. കൂടാതെ എന്താണ് അത് നമ്മ മാനേജ്മെന്റിനായിട്ട് സംസാരിക്കണ്ടേ? റിവ്യൂ നടത്തണം അല്ലെ? ഇപ്പൊ ഒരു ഇന്റേണൽ ഓഡിറ്റേഴ്സ് കണ്ടെത്തിയ കാര്യങ്ങൾ മാനേജ്മെന്റിനായിട്ട് സംസാരിച്ച് അവർക്ക് അതിനു വേണ്ട ഒരു ആക്യുറസി കൊണ്ടുവരണ്ടേ? അപ്പൊ അവരാ തയ്യാറാക്കിയ ഡ്രാഫ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് പറ്റി? പനിയാണോ കാരുണ്യ? ഓക്കെ നോക്കിയേ, ഈ ഒരു എന്താണ് അവരാ തയ്യാറാക്കിയ അല്ലെ? ഡ്രാഫ്റ്റ് ചെയ്ത് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് എന്ത് ചെയ്യണം? മാനേജ്മെന്റുമായി എന്താണ് റിവ്യൂ നടത്തിയില്ലേ? അവലോകനം നടത്തി അതിന്റെ കൃത്യത ഉറപ്പുവരുത്തണം അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ് അല്ലെ? ആണോ? ഫ്രോഡുകൾ കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെ? ഫ്രോഡുകൾ, കള്ളത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിസ്മാച്ചിങ് കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യണം? മാനേജ്മെന്റുമായി കൂടിച്ചേർന്ന് ഒരു ചർച്ച നടത്തണ്ടേ? അവർക്കൊരു ആക്യുറസി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുമായി കൂടി ചേർന്ന് എന്താണ് മാനേജ്മെന്റുമായി കൂടി ചേർന്ന് എന്താണ് അതിന്റെ എന്താണ് ഒരു കൃത്യത ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താണ് ആ ഫൈനൽ റിപ്പോർട്ട് അവർക്ക് ഇഷ്യൂ ചെയ്യണം അല്ലെ? ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്യണ്ടേ? ഡയറക്ടർ ഓഫ് ബോർഡിന് അല്ലെ? അല്ലെങ്കിൽ സിഇഒക്ക് അല്ലെ? നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു അല്ലെ? ഇല്ലേ? ഡയറക്ടർ ഓഫ് ബോർഡിനോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ ആയിരിക്കും അല്ലെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഫൈനൽ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുക, വിതരണം ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആയോ? റിപ്പോർട്ടിംഗ് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് കണ്ടെത്തി അവര് പറഞ്ഞ റെക്കമെൻഡേഷൻ അല്ലെ? ശുപാർശകള്, ചേഞ്ചസ് അവർ നടപ്പിലാക്കാം അല്ലെ? The final stage is an important one that is often overlooked and neglected അല്ലെ? എന്താണ് ഇത്? ഫൈനൽ സ്റ്റേജ് ആണ്. ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജ് ആണ്. എന്താണ്? ഇമ്പോർട്ടന്റ് വൺ ആണ് അല്ലെ? പക്ഷെ പല സമയത്തും ഈ സ്റ്റേജ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഈ ഫേസ് നെഗ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ? അവഗണിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചിലപ്പോ ഈ ഇന്റേണൽ ഓഡിറ്റേഴ്സ് കണ്ടെത്തി അവർക്ക് പറഞ്ഞ റെക്കമെൻഡേഷൻസ് അവരെന്തെയില്ല? പ്രാവർത്തികമാക്കില്ല അല്ലെ? ആണോ? അപ്പൊ അത് അവർ അവഗണിക്കുന്നതല്ലേ? നെഗ്ലക്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ആ ഒരു ഫോളോ അപ്പ് സ്റ്റേജ് അവരെന്ത് ചെയ്യുന്നതാണ്? നെഗ്ലക്ട് ചെയ്യുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, ഫോളോയിങ് അപ്പ് ഈസ് critical to ensure that the recommendation have been implemented to address the findings identified. എന്താണ്? ഇന്റേണൽ ഓഡിറ്റില് റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഫോളോയിങ് അപ്പിൽ ചെയ്യുന്നത് അല്ലെ? ഇന്റേണൽ ഓഡിറ്റിൽ അവര് പറഞ്ഞ സജഷൻസ് അല്ലെ? അവര് പറഞ്ഞ റെക്കമെൻഡേഷൻസ്, അവര് പറഞ്ഞ ചേഞ്ചസ് നടപ്പിലാക്കിയിട്ടുണ്ടോ, ഓർഗനൈസേഷനില് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നാണ് ഫോളോ അപ്പില് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ്, this process should include appropriate follow-up with the process owners needing to implement the recommendation as well as a board oversight of the company overall status in addressing findings identified by internal audits. എന്താണ്? നമ്മുടെ കമ്പനിയുടെ അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കുമല്ല അവർ ആ റെക്കമെൻഡേഷൻസ് പറയുന്നത്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്താണ്? ആ പ്രോസസ് ഓണേഴ്സിന് അല്ലെ? ആ ഒരു പ്രോസസ് ഓണേഴ്സിനൊക്കെ കൂടിയായിരിക്കില്ല ഒരു റെക്കമെൻഡേഷൻ പറയുന്നത്. അവരും കൂടി അത് പ്രാവർത്തികമാക്കണം അല്ലെ? അപ്പൊ ആ ഒരു പ്രോസസ് ഓണേഴ്സിന് കൊടുക്കുന്ന ശുപാർശകൾ നടപ്പിലാക്കേണ്ട എന്താണ്?
കാര്യങ്ങളൊക്കെയാണ് ഈ ഫോളോ അപ്പില് ഉൾപ്പെടുന്നത്. Process on needing to implement the recommendation അല്ലെ, ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളില് പ്രോസസ് ഓണേഴ്സ് കൊണ്ടുവരേണ്ട അല്ലെ, പ്രാവർത്തികമാക്കേണ്ട റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കിയിട്ടുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഈ ഫോളോ അപ്പില് പരിശോധിക്കുന്നത്, വെരിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ആണോ? Next, if an organization fails to follow up on the implementation of recommendation, ആ ഒരു recommendation അവര് പറയുന്ന ആ ശുപാർശകള് പ്രാവർത്തികമാക്കാൻ ആ ഓർഗനൈസേഷൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? It is unlikely that the changes will be made അല്ലെ, മാറ്റങ്ങൾ വരുത്താൻ ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ല അല്ലെ. ഫോളോ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാലോ, അവര് പറയുന്ന ആ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ആ ചേഞ്ചസ് അവരെ കൊണ്ടുവരുമോ, ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കോ? ഇല്ല. അപ്പൊ എന്താ പറയാം, ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആ റെക്കമെൻഡേഷൻസിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഒരു മാറ്റങ്ങൾ വരുത്താൻ ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു ചേഞ്ചസ് വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? ഇത് ഫോളോ അപ്പ് ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, common pitfalls that can derail an internal audit. അല്ലെ, എന്താണ് ഇന്റേണൽ ഓഡിറ്റില് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള പിറ്റ്ഫോൾസ്, പഴുതുകൾ അല്ലെ, എന്തൊക്കെയാണ്? An internal audit can be extremely useful to help streamline process, find gaps and identify the fraud. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? സ്ട്രീംലൈൻ പ്രോസസ്സുകൾ കണ്ടെത്താലോ. സ്ട്രീംലൈൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാം അല്ലെ. നമ്മ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴിയൊക്കെ ചെയ്യില്ലേ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇലക്ട്രോണിക്കലി ചെയ്യുന്ന കാര്യങ്ങളെ, അതൊക്കെയാണ് സ്ട്രീംലൈൻ പ്രോസസ്. അപ്പൊ സ്ട്രീംലൈൻ പ്രോസസ്സുകൾ കണ്ടെത്താം. ഫൈൻഡ് ഗ്യാപ്സുകൾ അല്ലെ, എവിടേക്ക് വിടവുകളുണ്ട്, എവിടേക്ക് പിച്ച് ഫോൾസുകൾ ഉണ്ടെന്ന് കണ്ടെത്താലോ, പോരായ്മകളുണ്ട് അല്ലെ, പഴുതുകൾ ഉണ്ടെന്ന് കണ്ടെത്താലോ. കൂടാതെ ഐഡന്റിഫൈ ഫ്രോഡ് അല്ലെ, ഫ്രോഡുകൾ കണ്ടെത്താലോ നമുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ ഓഡിറ്റ്. അതൊക്കെ എന്തിനാ, ഇന്റേണൽ ഓഡിറ്റിന് വളരെ കണ്ടെത്താൻ ഈ ഇന്റേണൽ ഓഡിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് പറയുന്നത്, however my experience as an auditor has taught me to recognize the red flags that can quickly detail the process. എന്നാല് ഈ ആള് പറയാണ് എന്താണ്, ആളൊരു ഇന്റേണൽ ഓഡിറ്റ് എഴുതിയാട്ടോ, ഈ ഒരു സിലബസ് എഴുതിയ ആള് പറയണ ഒരു ഇന്റേണൽ ഓഡിറ്റർ എന്ന നിലയിൽ ആരെന്ത് പറയുന്നത്, ഈ ഒരു ഓഡിറ്റിംഗ് പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്, റെഡ് ഫ്ലാഗ്സുകൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്ന്. റെഡ് ഫ്ലാഗ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പിറ്റ്ഫോൾസ് എന്നൊക്കെ പറയില്ലേ, പഴുതുകള്, കള്ളത്തരങ്ങള് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്ത് ഈ ഒരു ഓർഗനൈസേഷനിലെ എന്താണ് കണ്ടെത്താനായിട്ട് ഈ ഒരു പ്രോസസ്, ഇന്റേണൽ ഓഡിറ്റ് എന്ന പ്രോസസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ റെഡ് ഫ്ലാഗ്സുകൾ എന്തൊക്കെയായിരിക്കും? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? എക്സാമ്പിള്, കള്ളത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും? ചെറിയ രീതിയിൽ തുടങ്ങാം. അക്കൗണ്ട്സിൽ വരാം അല്ലെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ക്രമക്കേടുകൾ വരുത്താലോ, റോങ് ആയിട്ടുള്ള ഡാറ്റ സെൻറ്റർ ചെയ്യാം അല്ലെ, പഞ്ചിങ് ടൈമില് വരാം, ഫാർമസിയിൽ വരാം അല്ലെ, മെഡിസിനിൽ വരാം. പിന്നെ എന്താണ്, ടു മെനി അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, അതെന്താണ്, ശരിയായ രീതിയിൽ വിവരങ്ങൾ എൻട്രി ചെയ്താൽ അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്യാലോ. ഫിനാൻസ് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചാലോ, സാമ്പത്തിക കള്ളത്തരങ്ങൾ കാണിച്ചാല് അവര് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യോ?
കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യോ? ഇല്ല അല്ലെ? കള്ളത്തരങ്ങൾ കാണിക്കും. പിന്നെ എന്താണ്? അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതിരിക്കുക അല്ലെ? ഫ്രീക്വന്റ്ലി റെഗുലേറ്ററി. അപ്പൊ അവർക്ക് എന്ത് വരും? ഫൈൻസ് കിട്ടും, പെനാലിറ്റീസ് കിട്ടും. മിസ് നേരത്തെ പറഞ്ഞല്ലേ ഓപ്പറേഷണൽ അനാലിസിസ് പറഞ്ഞില്ലേ ഓഡിറ്റില്, സോറി കംപ്ലൈൻസ് ഓഡിറ്റില് പറഞ്ഞു അല്ലെ? ഓർമ്മയുണ്ടോ? പെനാലിറ്റീസ് കിട്ടുക, ഫൈൻ കിട്ടാമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് അങ്ങനെ ഫൈൻ കിട്ടുന്നത് ഒരു റെഡ് ഫ്ലാഗ് അല്ലേ? അല്ലേ? പിന്നെ എന്താണ്? ഇൻകംപ്ലീറ്റ് അല്ലാത്ത, ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അല്ലെ? ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യുക? കറക്റ്റ് രീതിയിൽ അവര് ഡോക്യുമെന്റ് ചെയ്യാതിരിക്കുക, റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് എന്താണ്? അവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതിരിക്കുക അല്ലെ? പിന്നെ എന്താ? ഈ ലാർജ് ബിസിനസ് എക്സ്പെൻസ്. ഇപ്പൊ നമുക്ക് 5 രൂപ അല്ലെങ്കിൽ 2000 രൂപ ചെലവാക്കി കൊടുക്കണം, നമ്മൾ 10,000 രൂപ എഴുതി ചേർക്കും. ഉണ്ടോ? അങ്ങനെയൊക്കെ എഴുതി ചേർക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഫിനാൻഷ്യൽ ക്രമക്കേടുകളാണ് അല്ലെ? ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ വരുന്ന ക്രമക്കേടുകളാണ്. അപ്പൊ അങ്ങനെയുള്ള റെഡ് ഫ്ലാഗ്സുകൾ നമുക്ക് എന്താണ് ഈ ഒരു ഓഡിറ്റിലൂടെ കണ്ടെത്താനായി സാധിക്കുന്നു. അപ്പൊ നോക്കാം നെക്സ്റ്റ് ഫസ്റ്റ് റെഡ് ഫ്ലാഗ് പിറ്റ്ഫോൾസ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. സ്കോപ്പ് ക്രീപ്പ്. സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു സ്കോപ്പ് ഉണ്ട് അല്ലെ? സാധ്യതയില്ല അല്ലെ? ഒരു ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് നടത്തുന്നത് കൊണ്ടുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു വിശാലത ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവും അല്ലെ? എയിം ഉണ്ടാവോ? ലക്ഷ്യമുണ്ടാവും. അപ്പൊ അതിന് ഇരച്ചില് സംഭവിക്കുക, നമ്മൾ വിചാരിച്ചത്രയും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക. നമ്മൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കാറ് നമുക്ക് ഇത്രത്തോളം ചെയ്യാൻ സാധിക്കണം, ഇത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം എന്ന് വിചാരിക്കാലോ പ്ലാൻ ചെയ്യുക. അപ്പൊ അതിനൊരു ഇഴച്ചില്, ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇഴച്ചില് സംഭവിക്കുന്നത് ഒരു പിറ്റ്ഫോൾസ് അല്ലേ? അപ്പൊ നോക്കിയേ, പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്കോപ്പ് is key to successful internal audit അല്ലെ? ഒരു ഇന്റേണൽ ഓഡിറ്റില് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെ ഒരു ഇന്റേണൽ ഓഡിറ്റില് എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ പ്ലാനിങ്ങും ഡെഫിനിഷൻ ഓഫ് സ്കോപ്പ് ആണ് അല്ലെ? അത് ആ ഒരു ഓഡിറ്റിന്റെ സാധ്യതയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Next, with the complex system and workflows, it is easy for the potential for growth. എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം, ഒരു നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഫ്ലോ അല്ലെ? വർക്ക് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തന്നെ അതിന്റെ റാപ്പിഡ് ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് പെട്ടെന്ന് തന്നെ അല്ലെ? കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ആണ് അല്ലെ? സങ്കീർണമായിട്ടുള്ള ഒരേ കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് വർക്ക് ഫ്ലോസ് അല്ലെ? നല്ല രീതിയിലുള്ള വർക്ക് ഫ്ലോസുകൾ ആണെങ്കിൽ ദ്രുതഗതിയിലുള്ള പുരോഗതിയിലേക്ക് നയിക്കുന്നു. Be sure to proactively plan for when an issue occurs that may affect the scope, so that the team can respond quickly and efficiently. നമ്മളിപ്പോ ഒരു ഇന്റേണൽ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ആ സ്കോപ്പിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാണ്. ചിലപ്പോ എന്താണ് അവിടുത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് രീതിയിൽ നമുക്ക് സ്റ്റാഫുകൾ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് മുൻകാല റെക്കോർഡുകൾ കിട്ടാതെ വരിക, അങ്ങനെ പല പ്രശ്നങ്ങളും വരാനോ ഇഷ്യൂസ് വരാനോ. അപ്പൊ അങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മ അതിനെതിരെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു? പ്രോ ആക്റ്റീവ്ലി പ്ലാൻ, സജീവമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണ്ടേ? ഷുവർ ചെയ്യണം അല്ലെ? നമ്മ പ്രതീക്ഷിക്കാം ആ ഒരു നമ്മ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ വരുന്ന സംഭവങ്ങളല്ലേ ആ ഇഷ്യൂസ്, പ്രോബ്ലംസ്. നമ്മള് എന്താണ് നമ്മൊരു ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ വരുന്ന സംഭവങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണോ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ ഒരു കാര്യം കണ്ടെത്തണം അല്ലെ?
അത് ആ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കണ്ടേ? അപ്പൊ എന്താണ് നമ്മൾ അതിനു വേണ്ടി എന്താണ് പ്രതീക്ഷിക്കാതെ അല്ലെ മേ എഫക്ട് സ്കോപ്പ്, ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സജീവമായിട്ടുള്ള ഒരു പ്ലാന് ഷുവർ ചെയ്യണം അല്ലെ. അതിനുവേണ്ടി എന്താ? സോ ദാറ്റ് ദ ടീം ക്യാൻ റെസ്പോണ്ട് ക്വിക്ക്ലി ആൻഡ് എഫിഷ്യന്റ്ലി. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ടീം പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. ക്വിക്ക്ലി റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതിയോ? ആ റെസ്പോണ്ട് എങ്ങനെയായിരിക്കണം? എഫിഷ്യന്റ് ആയിരിക്കണം അല്ലെ, കാര്യക്ഷമമായിരിക്കണ്ടേ. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രം മതിയോ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ അല്ലെ. അതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു സൊല്യൂഷനും നമ്മുടെ ഓഡിറ്റിംഗ് ടീം കണ്ടെത്തണം, റെസ്പോണ്ട് ചെയ്യണം. ക്ലിയർ ആയോ? എക്സാമ്പിള് നോക്കിയേ. ഡു യു ഇഗ്നോർ ദ ടിഷ്യൂ എന്നില്ല കേട്ടാ, ഇഷ്യൂ എന്നാണ് കേട്ടാ. ആ ടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ. ഡു യു ഇഗ്നോർ ദ ഇഷ്യൂ? നമ്മൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യോ അല്ലെ, അവഗണിക്കോ? അതല്ലെങ്കിൽ ആഡ് ടു ഇറ്റ്, നമ്മൾ ആ ഓഡിറ്റിൽ ആഡ് ചെയ്യോ? അതല്ലെങ്കിൽ പുട്ട് ഇറ്റ് ഓഫ് അൺടിൽ ലേറ്റർ, അതല്ലെങ്കിൽ പിന്നത്തേക്ക് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഓഡിറ്റ് ചെയ്യാൻ മാറ്റി വെക്കാലോ, പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ പിന്നത്തേക്ക് അല്ലെ, പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യോന്ന്, മാറ്റിവെക്കുമോ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കാൻ പാടുണ്ടോ? അവഗണിക്കാൻ പാടുണ്ടോ? ഇഗ്നോർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതാ ഓഡിറ്റില് തന്നെ കൂട്ടി യോജിപ്പിച്ച് അതിനും കൂടി വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തണം അല്ലെ. ചുക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് കണ്ടെത്തണം. ക്ലിയർ ആയോ? ടിഷ്യൂ അല്ല കേട്ടോ, ഇഷ്യൂ ആണ് കേട്ടോ. ടിഷ്യൂ അല്ല, ഇഷ്യൂ ആണ്. ടിഷ്യൂ വെട്ട കേട്ടോ, ടി വെട്ട. ഓക്കെ. നെക്സ്റ്റ്, when scope starts to expand, നമ്മൾ എക്സ്പാൻഡ്, നമ്മ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പിന്റെ ഇത് എക്സ്പാൻഡ് ചെയ്തു അല്ലെ. ബി ഷുവർ ടു പമ്പ് ദ ബ്രേക്സ് ആൻഡ് റീഅസസ് എന്നാണ്. പല സമയത്തും നമുക്ക് അതിനൊരു ബ്രേക്ക് സംഭവിക്കാലോ. പല സമയത്തും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റോ? പല സമയത്തും നമുക്ക് തടസ്സങ്ങൾ നേരിടാലോ. ചിലപ്പോ എന്താണ് റെക്കോർഡുകൾ കിട്ടുന്നതിനോ ആണോ മിസ്മാച്ചിങ് വരാം അല്ലേ. അതല്ലെങ്കിൽ എന്താണ് പഴയ റെക്കോർഡുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് പോയിട്ടുണ്ടാവാം അല്ലേ. പല കാര്യങ്ങളും സംഭവിക്കാലോ. അപ്പൊ അതെന്ത് ചെയ്യണം? രണ്ടാമത് നമ്മ പമ്പ് ചെയ്ത് അല്ലെ. പമ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് രണ്ടാമത് ഇവാലുവേഷൻ നടത്തണോ? റീഅസസ് ചെയ്യണോ? വീണ്ടും വിലയിരുത്തണ്ടേ? എന്തെങ്കിലും തടസ്സങ്ങൾ, എന്തെങ്കിലും ബ്രേക്കുകൾ അല്ലെ, എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ തടസ്സങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അല്ലെ, മാറ്റിങ്ങാണ്ട് രണ്ടാമത് വിലയിരുത്തൽ നടത്തുക, വീണ്ടും വിലയിരുത്തൽ നടത്തുക. ക്ലിയർ ആയോ? ഈ ബ്രേക്സും പമ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരും കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറയുന്നത്, അതുമായി കമ്പയർ ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ എല്ലാവരും? Next, nothing is worse than allowing the scope to increase and later realizing that you are one step away from basically audit the entire organization and the process. എന്താണ് നമ്മ സ്കോപ്പ് വർദ്ധിക്കാൻ സ്കോപ്പ് വർദ്ധിക്കാം അല്ലെ. നമ്മുടെ എന്ത് ചെയ്യണം? ആ ഒരു നമ്മ വിചാരിച്ചത്രയും അത് ചെയ്യണ്ടേ ഓഡിറ്റ്. സ്കോപ്പ് വർദ്ധിപ്പിക്കും. നമ്മ പറയാം ആദ്യം തന്നെ എന്താണ് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, പ്ലാനിങ്ങിൽ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു സ്കോപ്പ് വർദ്ധിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മ പ്രക്രിയകൾ ചെയ്യണം അല്ലെ.
അനുവദിക്കുകയും പിന്നെ എന്താണ് നമ്മ ആ ഒരു ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബേസിക്കലി ഓഡിറ്റ് ചെയ്തിട്ട് നമ്മ മനസ്സിലാക്കാണ് നമ്മ ആ ഓഡിറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പടി അകലെയാണ് ഫാറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അതൊരു മോശമായ ഒരു കാര്യമല്ലേ ഇത്? ആണോ? ക്ലിയർ ആയോ? നമ്മിപ്പോ ഇന്റേണൽ ഓഡിറ്റ് ഒന്നുകൂടെ പറയാം. നമ്മൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തി. അപ്പൊ അവരെ ഓഡിറ്റ് ചെയ്ത ടീം വിലയിരുത്താണ്. ഇന്റേണൽ ഓഡിറ്റ് ഒരുവിധം അവസാനിച്ചു അല്ലെ, 95% അവസാനിച്ചു എന്ന് പറഞ്ഞ് അവരെല്ലാ പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങാണ്, പ്രക്രിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനും. അപ്പൊ അവർ മനസ്സിലാക്കുകയാണ് അവര് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ വിലയിരുത്താനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതൊരു മോശകരമായ കാര്യമല്ലേ? ഇനിയും അവരെ അനാലിസിസ് ചെയ്യാനുണ്ട്, വിലയിരുത്താനുണ്ട്. അപ്പൊ ആർക്ക് വന്നേക്കുന്ന ഫോൾട്ടാണത്? ഇത് ആർക്ക് വന്നേക്കുന്ന ഒരു മിസ്റ്റേക്കാണ്? ആ ഒരു ഓഡിറ്റിംഗ് ടീമിന് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് അല്ലേ ഇത്? അപ്പൊ എന്താണ് ഇന്റേണൽ ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രക്രിയകളും അവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും വിലയിരുത്തിയതിന് ശേഷം അവർ മനസ്സിലാക്കാണ് അവര് ആ ഓഡിറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരുപടി അകലെയാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഒരു മോശകരമായ ഒരു കാര്യമാണ്. ക്ലിയർ ആയോ? ഇത് എല്ലാവർക്കും ഓക്കെ ആയോ? നെക്സ്റ്റ് നോട്ട് ടോക്കിംഗ്. എന്താണ് സ്കോപ്പിന് ഇഴച്ചിൽ സംഭവിക്കുകയല്ലേ ചെയ്ത്? സ്കോപ്പ് ക്രീപ്പ് എന്നാണ് നമുക്ക് ഹെഡിങ് തന്നത് അല്ലെ. നമ്മൾ എന്താണ് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പിലേക്ക് നമുക്ക് മുഴുവനായിട്ട് എത്താൻ സാധിച്ചോ? ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചോ? ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ് ആ ഒരു ടാസ്ക് ആ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടുള്ള ആ ഒരു മുഴുവൻ പ്രവർത്തനങ്ങളിലേക്കും ആ ഒരു ഓഡിറ്റിംഗ് ടീമിന് എത്താൻ സാധിച്ചില്ല. അതൊരു ഡിഫക്റ്റ് അല്ലേ, പിറ്റ് ഫോൾസ് അല്ലേ, പോരായ്മയല്ലേ ഇത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ. നമ്മ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാന വ്യക്തികളോട് അല്ലെ, പ്രോസസ് ഓണേഴ്സിനോട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർവ്യൂ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ സംസാരിക്കാതിരിക്കുക അതൊരു പിറ്റ് ഫോൾസ് അല്ലേ, പണ്ടല്ലേ? ആണോ? അപ്പൊ നോക്കി, be sure to involve your clients and stakeholders early and often. എന്ത് ചെയ്യാ? നമ്മുടെ ക്ലയന്റിനെ അല്ലെ, എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഇന്റേണൽ ഓഡിറ്റ് ആർക്ക് വേണ്ടിയാണോ നടത്തുന്നത് ആ ക്ലയന്റിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തുന്നതില് എന്താണ് നേരത്തെ അല്ലെ ആ ഒരു ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പും ശേഷവും അവരുമായിട്ട് സംസാരിക്കണോ, കോൺവെർസേഷൻ നടത്തണോ? അവരുൾപ്പെടുത്തണം അല്ലെ. അപ്പൊ എന്താണ് ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യണം? ആ ക്ലയന്റിനെ അല്ലെങ്കിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ്, ഐ റെക്കമെൻഡ് ഗോയിങ് ഡീപ്പർ ദാൻ മാനേജർ ഓർ ടീം ലീഡർ ഈസ് ടോക്ക് വിത്ത് ദ സ്റ്റാഫ്, എഞ്ചിനീയേഴ്സ് എക്സെട്ര. ഇതിൽ പറയുന്നത് നമ്മ മാനേജേഴ്സിനായിട്ടും ടീം ലീഡ്സിനായിട്ടും മാത്രം സംസാരിച്ചാൽ മതിയോ? അവരെന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? അവര് ആ പ്രവർത്തനങ്ങള് സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യുക മാത്രമായിട്ടില്ല ചെയ്യുന്നത് അല്ലെ, നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക മാത്രമായിരിക്കും ഈ ടീം മാനേജേഴ്സ് അല്ലെങ്കിൽ ഹെഡുകൾ ചെയ്യുന്നത് അല്ലെ. പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാ? സ്റ്റാഫുകളല്ലേ. ടോക്ക് വിത്ത് ദ സ്റ്റാഫ് ആൻഡ് എഞ്ചിനീയേഴ്സ് അല്ലെ. എന്താണ് ഡീപ്പായിട്ട് മാനേജേഴ്സിനെയും അല്ലെങ്കിൽ ടീം ലീഡേഴ്സിനെയും അവരുമായിട്ട് മാത്രം ഇന്റർവ്യൂ അല്ലെങ്കിൽ അവർ മാത്രമായിട്ട് സംസാരിച്ചാൽ പോരാ. എന്താണ് സ്റ്റാഫുകളുമായിട്ടും എഞ്ചിനീയേഴ്സ് എക്സെട്ര മറ്റ് സ്റ്റാഫുകളുമായിട്ടും സംസാരിക്കണം. മെനി ടൈംസ് ദ പീപ്പിൾ ഇൻ ദ ട്രെഞ്ചസ് മേ ബി
following a completely different process than what is documented or understood by management. അല്ലെ? അതായത് നമ്മ ഈ ഉള്ളിലുള്ള അല്ലെ അകത്തുള്ള ടീം ആളുകൾ ഉണ്ടാവുമല്ലോ, സ്റ്റാഫുകൾ ഉണ്ടാവും, അത് വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടാവുമല്ലോ, അവരെന്താണ് ഈ മാനേജ്മെന്റിൽ നിന്നും അണ്ടർസ്റ്റുഡ് ബൈ മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് മനസ്സിലാക്കിയതിൽ നിന്നും അല്ലെങ്കിൽ അവര് റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ നിന്നും കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും അല്ലെ ആ ആളുകൾ ജോലി ചെയ്യുന്നത്, ചിലപ്പോ ആ സ്റ്റാഫുകള് അല്ലെ? ആണോ? ബാക്കി എല്ലാവരും എന്താണ് ക്ലിയർ ആയില്ലേ? പലപ്പോഴും അല്ലെ നമ്മുടെ ആ മാനേജ്മെന്റ് മനസ്സിലാക്കിയതിൽ നിന്നോ അല്ലെങ്കിൽ അവര് തയ്യാറാക്കിയ ഡോക്യുമെന്റിൽ നിന്നോ കംപ്ലീറ്റ്ലി മുഴുവനായും വ്യത്യസ്തമായിട്ടായിരിക്കും ആ ഒരു പ്യൂപ്പിൾസ്, ആ ഒരു അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അവര് പിന്തുടരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവരോട് ഇന്റർവ്യൂ നടത്തി അവരടുത്ത് സംസാരിച്ചാലല്ലേ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോ ഇപ്പൊ ചെറിയ നമുക്ക് ഏറ്റവും ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോട് സംസാരിക്കാറുണ്ടോ? അവരുമായി ഒരു ഇന്റർവ്യൂ നടത്താറുണ്ടോ? ഇല്ല അല്ലെ? മേലെ തട്ടിലുള്ള അല്ലെ മാനേജ്മെന്റിനോട്, ഹെഡുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ. കൂടാതെ അവര് ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻസ് ഒന്നും നടത്തില്ലേ? അപ്പൊ ഇതെന്താണ്? ഇതൊരു പിറ്റ് ഫോൾസ് ആണ് അല്ലെ? ഇതൊരു പിറ്റ് ഫോൾസ് അല്ലേ? നിങ്ങൾ ഈ മൂവീസ് കാണാറില്ലേ? ക്രൈം മറ്റേ ഇത് കേസ് അന്വേഷണങ്ങള്, അതിൽ അവരാദ്യം അവരാരോടാ പോയി സംസാരിക്കുന്നത്? ആ മാനേജ്മെന്റിന് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആര് പറയുന്നറിയും? സെക്യൂരിറ്റി സ്റ്റാഫുകൾ അല്ലെ? കേട്ടിട്ടില്ലേ സിനിമയിലൊക്കെ? എന്തുകൊണ്ടാണത്? എന്താണ് ഈ സെക്യൂരിറ്റി സ്റ്റാഫുകൾ അവരിൽ നിന്നും എൻറ്റയർ ആയിട്ടാണ് അല്ലെ വർക്ക് ചെയ്യുന്നത് അല്ലെ? വ്യത്യസ്തമായിട്ടാണ് അല്ലെ? അതേപോലെ എന്താണ് ആ മാനേജ്മെന്റിൽ നിന്നും അതല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതികളായിരിക്കും നമ്മുടെ ട്രെഞ്ചസിലുള്ള അതായത് താഴെ ലെവലിലുള്ള ആളുകള് സ്റ്റാഫുകള് ഫോളോ ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവരും നെക്സ്റ്റ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഒബ്ജക്ടിവിറ്റി എന്താണ്? വസ്തുനിഷ്ഠമായിരിക്കണം അല്ലെ? ഓഡിറ്റിംഗ് നടത്തേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു. എന്താണ്? ആരെങ്കിലും പറയുന്നതോ ആരെങ്കിലും അങ്ങനെ മാത്രം നോക്കി ചെയ്യാൻ പാടുണ്ടോ? വസ്തുനിഷ്ഠമായിരിക്കണം അല്ലെ? ഓരോ ഡോക്യുമെന്റ്സുകളും ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ടല്ലേ അവര് ഓഡിറ്റ് നടത്താൻ പാടുള്ളൂ. തേർഡ് പോയിന്റ്, ഒരു പോയിന്റ് കൂടി, സോറി. ഓക്കെ സോറി കേട്ടോ. നോട്ട് റിവ്യൂയിങ് ദ ഡാറ്റ. ഓക്കെ, not reviewing the data. When data is needed, it's typical to ask the team you are auditing to provide it. But how do you know that the data is accurate? എന്താണ്? ഒരു ഓഡിറ്റിംഗ് നടത്തുന്ന ടീമിന് ഒരു ഡാറ്റ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? അവർ ചോദിക്കില്ലേ ഇന്നൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇന്നൊരു റെക്കോർഡ് വേണം. അപ്പൊ അവർക്ക് കിട്ടിക്കഴിഞ്ഞാല് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? But how do you know that the data is accurate? അത് അത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അവര് അത് എഴുതി വെച്ച കാര്യങ്ങൾ ജസ്റ്റ് ആയിട്ട് പരിശോധിക്കല്ലേ ചെയ്യുന്നത്, അസസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ക്ലിയർ ആയോ? വേണ്ട. എന്താണ്? ഒരു ഓഡിറ്റിംഗ് ടീമിന് ഏതെങ്കിലും ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അവർ ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറോട് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോട് ചോദിക്കും അല്ലെ? അപ്പൊ അവർക്ക് ആ റെക്കോർഡ് കൊടുക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റുമോ? ഈ ഓഡിറ്റിംഗ് ടീമിന് മനസ്സിലാകുമോ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന്? ഇല്ല അല്ലെ? കൃത്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് ഇഫ് പോസിബിൾ പറ്റുമെങ്കിൽ അവരെന്ത് ചെയ്യാം?
sit with the DBA. DBA എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഡാറ്റകൾ തയ്യാറാക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ, ക്ലറിക്കൽ സ്റ്റാഫുകള്, നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഡാറ്റാസ് എൻട്രി ചെയ്യുന്ന ആളുകള്. അപ്പൊ database administrator or data provider to understand how the data is being generated. അപ്പൊ ആ ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുമായിട്ടോ അല്ലെങ്കിൽ ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുമായിട്ടോ ഇരുന്നും കാണിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് ഡാറ്റ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അല്ലെ, എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് എന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് ഡയറക്ട്ലി from the system along with the queries and the constraints used to generate. എന്ത് ചെയ്യുക, അവരോട് ചോദിക്കുക, അല്ലെ, ഈ ഒരു ഡാറ്റാസ് എന്താണ് എത്രത്തോളം ഏത് രീതിയിലാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് ആ സിസ്റ്റത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതെന്ന് അവരെടുത്ത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാകുമല്ലോ. അപ്പൊ നമ്മൊരു കാര്യം അപ്പൊ അവരുടെ ആ സംസാരത്തിന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റൂലേ. എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ, അല്ലെ, എന്തെങ്കിലും പിശകുകൾ വരുത്തുന്നുണ്ടോന്ന് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ ആയോ? ഇന്നെടുത്തത് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.